നന്നായിട്ട് പഴുത്ത പഴം കിട്ടിക്കഴിഞ്ഞാൽ, അതും ഏത്തപ്പഴം കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ പരീക്ഷണം നടത്താനുള്ള ചിന്തയിലാണ് ഞാൻ കേട്ടോ. ദേ 2 നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണിച്ച് ആവി കയറ്റാനായിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആവി കയറ്റിയിട്ട് ഞാനിപ്പോൾ ഓടി വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴമൊക്കെ നന്നായിട്ട് ആവി കയറി വെന്തിട്ടുണ്ട്. നോക്കുന്നുണ്ട്, സ്പൂൺ വെച്ച് ഇട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം നന്നായിട്ട് വെന്തതാണെന്നുള്ളത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എടുക്കേണ്ടത് നന്നായിട്ട് പഴുത്തത് തന്നെ എടുക്കണം കേട്ടോ. പഴം പുഴുങ്ങിയത് കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഷാനി ഇപ്പം എന്താ പഴം പുഴുങ്ങിയത് കഴിക്കാനാണെന്നോ? അല്ല കേട്ടോ. നമ്മുടെ പുഴുങ്ങിയ പഴത്തെ നന്നായിട്ട് അങ്ങോട്ട് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ ഒരു ചെറിയ തവി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചെറുതായിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. അല്ല, ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന ഇതിനു വേണ്ടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് കൈ വെച്ചോ തവി വെച്ചോ ഒക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ കാണിച്ചത് 1 കപ്പ്, ആ വലിയ കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തത്. പക്ഷേ ഞാനത് 1/2 കപ്പ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഉപ്പുനീരാണ് ഞാനിപ്പോൾ ഒഴിച്ചേക്കുന്നത്. 1/4 സ്പൂൺ ഉപ്പുനീര് ഒഴിച്ചിട്ടുണ്ട്. ഉപ്പുപൊടിയുള്ളവരെ സംബന്ധിച്ച് അത് തന്നെ ധാരാളമാണ്. പിന്നെ ഞാൻ ഇട്ടേക്കുന്നത് ചെറിയ ജീരകമാണ്. 1/4 സ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പുഴുങ്ങിയ പഴത്തിൽ തന്നെ അല്പം വെള്ളമയമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ വരുന്നില്ല. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഗോതമ്പ് പൊടി അതുമായിട്ട് മിക്സായി വരണം കേട്ടോ. അതിനുവേണ്ടി നമുക്ക് കുറച്ച് നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിലല്ല, നെയ്യ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു ടേസ്റ്റും കൂടെ കിട്ടും കേട്ടോ. നെയ്യുള്ളവരെ സംബന്ധിച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാൻ നമുക്കിത് കുഴച്ചെടുക്കാനും എളുപ്പം ഉണ്ടാകും. നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഗോതമ്പ് പൊടിയെല്ലാം ആ പഴവുമായിട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അതിനനുസരിച്ച് നമുക്ക് അളവ് പഴവും ഗോതമ്പ് പൊടിയും എല്ലാം അതിനനുസരിച്ച് അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ പൊടിയെല്ലാം മിക്സായി കുഴച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ നെയ്യ് ചേർത്ത കാരണം നല്ലൊരു സോഫ്റ്റും ഉണ്ട്. പിന്നെ ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. നമ്മുടെ ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണ്ടവർ പഞ്ചസാര ആയാലും കുഴപ്പമില്ല കേട്ടോ. കൂട്ടത്തിൽ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ആയിരിക്കും നല്ലത്. പക്ഷേ എൻ്റെ കയ്യിൽ ഏലക്കാപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 ഏലക്ക എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് കൈ വെച്ചങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്ത് ഫില്ല് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. നമ്മളിവിടെ കുഴച്ച് വെച്ചിരിക്കുന്ന ഏത്തയ്ക്കാപ്പഴവും പൊടിച്ച ഏത്തയ്ക്കാപ്പഴവും നമ്മുടെ ഗോതമ്പ് പൊടി എല്ലാം ഉണ്ടല്ലോ, ഇതിലേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് എടുത്തതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ വെച്ച് നമുക്കിതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ, ശർക്കര വേണ്ടാത്തവരെ സംബന്ധിച്ച് പഞ്ചസാര ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം. ഷുഗറുകാർ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇനിയിപ്പോൾ ഷുഗറുകാരെ സംബന്ധിച്ച് ശർക്കരയും പഞ്ചസാരയും ഒന്നും ഉപയോഗിക്കുകയില്ലെങ്കിൽ തേങ്ങ തന്നെ ഉപയോഗിച്ചാലും മതി. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തേക്കണേ മക്കളെ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ രാവിലെ ആണെങ്കിലും വൈകിട്ട് 4 മണി പലഹാരം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണെങ്കിലും ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ്. നമ്മൾക്ക് പ്രത്യേകിച്ച് ഇത് പുഴുങ്ങിയ പഴമൊക്കെയാണ്. അപ്പോൾ ഹെൽത്തിയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇത് ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. ഇടയ്ക്കൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടപ്പെടും. നമ്മൾ ഈ കുഴക്കട്ട ഉണ്ടാക്കുന്നതിനേക്കാൾ അപ്പോൾ ഈ പഴവും വെച്ച് പിന്നെ അതിനകത്ത് ലേശം നെയ്യൊക്കെ ഒഴിച്ച് ഇതൊക്കെ ചെയ്യുന്നു വരുമ്പം പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയാണ് കേട്ടോ. കുഴക്കട്ടേക്കായി നന്നായിട്ട് ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യും നമുക്ക്. അപ്പോൾ ഇത് എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. അതെല്ലാം വീണ്ടും നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് വെച്ച് കൊടുത്ത് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ടിത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അടപ്പും കൂടി എടുത്ത് അടച്ചു കൊടുക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മളിത് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി ഒരു ഗ്ലാസ് ചായയും കൂടി ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, 4 മണി പലഹാരമാണെങ്കിൽ ശരി, രാവിലെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നുണ്ടെങ്കിലും ഇത് ഉഷാറാണ് കേട്ടോ. ആഴ്ചയിലൊന്നോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ മക്കളെ. ടാറ്റാ ബൈ.